ആം ആദ്മി പാർട്ടി വിട്ട് BJP-യിലേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന അവസ്ഥയെ പരിഹസിക്കാൻ ഞാൻ തയ്യാറല്ല. ഇത് തന്നെയാണ് BJP കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശയപരമായ നിലപാടില്ല എന്നും ജനങ്ങൾക്കിടയിൽ സർക്കാർ എന്ന രൂപത്തിൽ മറ്റ് ഒരു സർക്കാരും ചെയ്യാത്ത രീതിയിൽ ജനപ്രീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് പാലത്തിന്റെ പണിയും വീടിന്റെ പണിയും ഒരുമിച്ചാ കഴിഞ്ഞത്. പാലം ഇന്നലെ പൊളിഞ്ഞു, വീട് നല്ല ഉറപ്പാ. പണക്കാരിൽ നിന്ന് പണമെടുത്ത പാവങ്ങൾക്ക് നൽകുക, പണക്കാരിൽ നിന്ന് പണമെടുത്ത പാവങ്ങൾക്ക് നൽകുക എന്നാണ് കേജ്രിവാളിന്റെ ഒരു നയം. അതായിരുന്നു കേജ്രിവാളിന്റെ വീടാണ് അവിടെ വലുതായത്. കേജ്രിവാളിന്റെ വീടാണ് അവിടെ വലുതായത്. വീടാണ് അവിടെ വലുതായത്. ശേരികളിലൊന്നും പ്രയോജനം ഉണ്ടായില്ല. 2015 അധികാരത്തിൽ വന്ന ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്ന ആ കാലത്തെ ചേരികൾ ഇപ്പോഴും ശരി. കേജ്രിവാളിന്റെ എല്ലാ നയങ്ങളും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. കേജ്രിവാൾ സമ്പന്നനായി എന്നുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവന്നിരുന്നത് അത് BJP ആയിരുന്നു. കേജ്രിവാളിന്റെ വീട് എന്ന നിലയ്ക്ക് ആ വീട് യഥാർത്ഥ വീടാണോ സുനിൽ കണ്ടോ എനിക്കറിയില്ല. ആണ് ആ വീട് ഈ പറഞ്ഞ BJP കാണിച്ച വീട് കറക്റ്റ് ആയിരുന്നു. ശരി, അങ്ങനെയെങ്കിൽ അതൊരു വിഷയം തന്നെയാണ്. BJP-യുടെ ഈ ഓപ്പറേഷനെ കേന്ദ്ര സർക്കാർ ഈ തരത്തിൽ പണം കൊടുത്തും ഓഫർ കൊടുത്തും ഭീഷണിപ്പെടുത്തി നടത്തുന്ന ഓപ്പറേഷനെതിരെയാണ് ഇപ്പോൾ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട നേരത്തെ ആ പാർട്ടി വന്ന ഘട്ടത്തിലുള്ള നിലപാടിൽ നിന്നും എത്രത്തോളം വെള്ളം ചേർത്തു എന്നുള്ളതൊക്കെ വേറൊരു വിഷയം.